വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രതിനിധി കൂടി ഏതായാലും സുനിൽകുമാർ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ വലിയൊരു തീപിടുത്തം നഗരത്തിൽ തുടർച്ചയായി. അതെ, ഇതിപ്പോൾ ഒരു 6 മണിക്ക് തുടങ്ങിയതാണ്. ഫയർഫോഴ്സൊക്കെ തക്ക സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിലും അവർക്കിത് കെടുത്താൻ കഴിയുന്നില്ല. ഞാനിപ്പോൾ കലക്ടറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എയർപോർട്ടിലുള്ള ആധുനിക സംവിധാനത്തിലുള്ള പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളക്ടറെ വിളിക്കുമ്പോൾ അദ്ദേഹം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് കോഴിക്കോട് ടൗണിൻ്റെ അകത്ത് ഇത്തരത്തിലൊരു മെഷീൻ ഏർപ്പാടാക്കിക്കൂടാ? ഇതിപ്പം ബാക്ക് ഭാഗത്തു നിന്നായിരുന്നു തീപിടിച്ച് പോകുന്നത്. അതിപ്പോൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെ ഫയർഫോഴ്സിൻ്റെ വന്ന ജീവനക്കാർ അവരുടെ കഠിന പ്രയത്നം ഇതിന് ഉപയോഗിക്കുന്നുണ്ട്, ഇത് തീ കെടുത്താൻ വേണ്ടി. പക്ഷേ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഇത്തരം വലിയൊരു കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഇത് താഴെ നിന്ന് അടിക്കാന്നല്ലാതെ മുകളിലേക്ക് കയറാനോ അല്ലെങ്കിൽ ഒരു ക്രെയിൻ സംവിധാനമോ, നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്ന മാതിരി ക്രെയിൻ സംവിധാനത്തേക്ക് പോയി അകത്തേക്ക് അടിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടെ നിരന്തരമായി ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ മിഠായിത്തെരുവിലുണ്ടായതിന് ശേഷം അന്നൊക്കെ എയർപോർട്ടിൽ നിന്ന് വന്ന മിഷനാണ് ഇവിടെ തീ ശമിപ്പിച്ചത്. അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് കോഴിക്കോട് ടൗണിൻ്റെ അകത്ത് അത്തരത്തിലൊരു മിഷൻ ഏർപ്പാടാക്കിക്കൂടാ? അതാണ് ഇനി ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത്. ഇത് വലിയ തീപിടുത്തമാകുമ്പോൾ അത്തരത്തിലുള്ള മിഷനറികൾ വേണ്ടി വരും. ഏകോപന സമിതി നിരന്തരമായിട്ട് അത് ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടാം തവണയാണല്ലോ ഈ 2023 മൂന്നാം തവണയാണ്. ഇതിന് കുറച്ച് മുമ്പേ ഒരു കാലത്ത് ഉണ്ടായിരുന്നുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ 1.5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അന്നും ഉണ്ടായി, ഇപ്പോഴും ഉണ്ടായി. ഇതിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആധുനിക സംവിധാനം, അതായത് തീ വന്നപ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള സൈറൺ മുഴങ്ങിയത് കൊണ്ടാണ് ഇവിടുത്തെ ജീവനക്കാരും കസ്റ്റമേഴ്സിനും ഒക്കെ പുറത്തേക്കാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ആർക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് ആശ്വസിക്കാം. തീ കെടുത്തി കഴിഞ്ഞാൽ നഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിയും.